നമസ്കാരം. ഒളിമ്പിക് വേദിയിൽ കണ്ണീരണിഞ്ഞും ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയും ഉന്നയിച്ച് പോരാളിയായി മാറിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും പ്രമുഖ ഗുസ്തി താരവുമായ ബജ്രംഗ് പുനിയയും കോൺഗ്രസിൽ ചേരും. ഇവരിൽ ഒരാൾ ഹരിയാനയിൽ സ്ഥാനാർത്ഥിയാകുമെന്നും ഏതാണ്ട് ഉറപ്പായി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരുമായി ഇരുവരും ഇന്നലെ പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. ഇരുവർക്കും ഒപ്പമുള്ള ചിത്രം രാഹുൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. വിനേഷിനെ ബാദ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനും ബജ്രംഗിന് സംഘടനാ ചുമതല നൽകാനുമാണ് ഇപ്പോൾ ആലോചന. അന്തിമ തീരുമാനം ഈ വിഷയത്തിലായിട്ടില്ല എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇപ്പോൾ കശ്മീരിലെയും അതുപോലെ തന്നെ ഹരിയാനയിലെയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ജമ്മുകശ്മീരിൽ എത്തിയിരുന്നു. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 35A പുനഃസ്ഥാപിക്കും എന്ന കാര്യം രാഹുൽ ഗാന്ധി അറിയിച്ചു. ഈ ഒരു വിഷയത്തിൽ ജമ്മുവിൽ ഇതിന് ഒരു എതിർപ്പാണ് പ്രകടമായത്. എന്നാൽ കശ്മീരിൽ ഈ ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത്. ഹരിയാനയിലും ജമ്മുകശ്മീരിലും അടക്കം വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ രാഹുൽ ഗാന്ധി പങ്കുവച്ചു. അദ്ദേഹം ഇന്നലെ 2 റാലികളിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മുകശ്മീരിൽ എത്തുന്നുണ്ട്. അദ്ദേഹവും വിവിധ റാലികളിൽ പങ്കെടുക്കും എന്നാണ് BJP വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കശ്മീരിലെ ചെറു പാർട്ടികളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സംഘമുണ്ടാക്കാനും ഒരു മുന്നണി സംവിധാനത്തിൽ കശ്മീരിൽ മത്സരിക്കാനുമാണ് BJPയുടെ നീക്കങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ PDP, നാഷണൽ കോൺഫറൻസ് തുടങ്ങിയ കക്ഷികളുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കശ്മീരിൽ മത്സരിക്കാനാണ് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. ഹരിയാനയിലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും കോൺഗ്രസും മത്സരിക്കുക. വലിയ പ്രതീക്ഷയാണ് ഇരു പാർട്ടികൾക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും പലപ്പോഴായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നു. ഓരോ ജില്ലകളിലെയും ഏറ്റവും സ്വാധീനമുള്ള 3 നേതാക്കന്മാരുടെ പാനലുണ്ടാക്കി അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ബ്ലോക്ക് അധ്യക്ഷന്മാരുടെ നിയമനത്തിലും മാറ്റമുണ്ടാകും. ഇതുൾപ്പെടെ സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണി ഉടൻ ആരംഭിക്കും എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ സംഘടനാ സംവിധാനത്തിലെ അഴിച്ചുപണി കേന്ദ്ര നേതൃത്വത്തിന് കീറാമുട്ടിയാണ്. കാരണം ഇവിടെ പല ഗ്രൂപ്പുകളിൽ നിന്നായി ഗ്രൂപ്പ് വീതം വയ്ക്കൽ നടപടിയാണ് കുറേ കാലങ്ങളായി DCC അധ്യക്ഷന്മാരുടെയും അതുപോലെ തന്നെയുള്ള മുതിർന്ന നേതാക്കളുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും സംഘടനാ സെക്രട്ടറിമാരുടെയും ഒക്കെ കാര്യത്തിൽ നടക്കുന്നത്. ഇത് കേന്ദ്ര നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് വലിയ ഒരു തലവേദനയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പുതിയ നേതൃത്വത്തെ കണ്ടെത്താനുള്ള ചുമതല AICC സെക്രട്ടറിമാർക്കാണ്. സംഘടനാ സംവിധാനത്തിലെ നവീകരണം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇവരുടെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നേതൃതലത്തിൽ ഇതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിലെ തീരുമാനം പുനഃസംഘടനയിൽ നടപ്പിലാക്കാനാണ് രാഹുലിൻ്റെ നിർദ്ദേശം. അങ്ങനെ വന്നാൽ പാർട്ടി ഘടകങ്ങളിൽ 50 വയസ്സിൽ താഴെയുള്ളവർക്കും ദളിതർക്കും ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾക്കും കാര്യമായ പ്രാതിനിധ്യം ഉറപ്പാകും. താഴെത്തട്ടിലേക്ക് നീളുന്ന വൻ അഴിച്ചുപണിയുടെ തുടക്കം എന്ന നിലയിലാണ് AICCയിൽ 75 അംഗ പുതിയ സെക്രട്ടറിമാരുടെയും ജോയിൻറ്റ് സെക്രട്ടറിമാരുടെയും നിയമനം. ഇതിൽ 15 പേർ ദളിത് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. 70% പേരും പിന്നാക്കക്കാരാണ്. 12 വനിതകളുമുണ്ട്. AICCയുടെ പുതിയ സെക്രട്ടറിമാരുടെയും ജോയിൻറ്റ് സെക്രട്ടറിമാരുടെയും പ്രവർത്തനം അടുത്ത 6 മാസത്തിനകം വിലയിരുത്തും. ചുമതല നൽകിയ സംസ്ഥാനത്ത് മാസത്തിൽ 15 ദിവസമെങ്കിലും തങ്ങണമെന്നും പ്രതിമാസ റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. പരസ്യ പ്രസ്താവനകൾ പാർട്ടിയുടെ അനുമതിയില്ലാതെ പാടില്ല. അതത് ഇടങ്ങളിലെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ പെടാതെ പ്രവർത്തിക്കണം. വൈകാതെ AICC ഭാരവാഹികൾക്കായി ദ്വിദിന പരിശീലന പരിപാടിയും കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു അഴിച്ചുപണിയിലേക്ക് കേരളമടക്കം ഉള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പാർട്ടി മാറുന്നു എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ ഈ പുനഃസംഘടനയുടെ പുതിയ സംവിധാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും തീരുമാനങ്ങളും പുറത്തു വന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ പാർട്ടി പുനഃസംഘടിപ്പിക്കാനും ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രത്യേക അഭിമുഖ പരിപാടിയും ഒക്കെ തന്നെ ആലോചിക്കുന്നത്.